Welcome to Edu Master YouTube channel again. കഴിഞ്ഞ ക്ലാസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വ്യക്തമായിട്ടും പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നിർബന്ധമായിട്ടും പോയി കാണുക. കാരണം അതിൽ വളരെ പ്രധാനമായും കോർ കോഴ്സ്, കോമൺ കോഴ്സ്, കോംപ്ലിമെന്ററി കോഴ്സ് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്, അത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പലപ്പോഴും പലർക്കും തെറ്റുപറ്റുന്നൊരു മേഖലയാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ആദ്യം പോയിട്ട് കാണുക. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കൃത്യമായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് പോലുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ നിങ്ങളത് മുഴുവനായിട്ട് കാണണം. കാരണം ഞാനിത് ഒന്ന് രണ്ട് രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ പല അനുഭവങ്ങളും ഇതിൽ ചേരാം. പലപ്പോഴും പലയിടങ്ങളിലും ഇഷ്യൂകൾ സംഭവിക്കുന്നുണ്ട്, അതുപോലെ ധാരാളം പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വരാം, ഏതൊക്കെ സാധ്യതകൾ ഏതൊക്കെയാണ്, അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അതൊക്കെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് വരാം. നമ്മൾ ആദ്യം ഗൂഗിളിലൂടെ ഈ ഒരു സൈറ്റിന്റെ ലിങ്ക് നമ്മൾ സെർച്ച് ചെയ്യണം. ഞാനത് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ അടിച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. CUPB ഓൺലൈൻ uoc.ac.in ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ എന്നുള്ളത് ഇത് ഇതേ രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണ്ട. നമ്മൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് അഥവാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ആ ലിങ്കിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അത് മറ്റൊരു സൈറ്റിലാണ് അല്ലെങ്കിൽ മറ്റൊരു അഡ്രസ്സ് പറയും. ഈ അഡ്രസ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അടിച്ചത് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ദ ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇനി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ യഥാർത്ഥ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചും കയറാവുന്നതാണ്. ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ഇതിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ 5 ലിങ്കുകളുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 4, 5 ഇത് രണ്ടും ചെറിയ മാറ്റങ്ങൾ. പ്രൈവറ്റ് രജിസ്ട്രേഷൻ അഡ്മിഷൻ ടു UG പ്രോഗ്രാം, പ്രൈവറ്റ് രജിസ്ട്രേഷൻ അഡ്മിഷൻ ടു PG പ്രോഗ്രാം. ഇത് മാറരുത്. ഇവിടെ UG PG എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് UG ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പൊ UG എന്നുള്ളതിനാൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫൈൻ ഇല്ലാതെ വരുന്നത് 31-ാം തീയതി വരെയാണ്. ദിവസങ്ങൾ വളരെ കുറവാണ്. അതുപോലെ ഫൈനോട് കൂടെ 10-ാം തീയതി വരെ ഉണ്ട്, 10-ാം തീയതി. പിന്നെ സൂപ്പർ ഫൈനോട് 28. നമ്മളിതൊക്കെ ചെയ്തിട്ട് അപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുക്കുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ്. 17/1/2021. ഓക്കെ, നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആധാർ നമ്പറും ഇമെയിൽ ID യും കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അത് നിങ്ങൾ ഓൾറെഡി ഇതിൽ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ആധാർ ID യും ആധാർ നമ്പറും ഇമെയിൽ ID യും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഫോർ ന്യൂ യൂസർ അവർക്ക് നേരെ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ വായിക്കണം. നമ്മൾ പുതിയ യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈനപ്പ് ബട്ടൺ അമർത്തി അവിടെ അതിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ പേരൊക്കെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. SLC-യിലുള്ളതല്ല. കാരണം അതിന്റെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ആ +2 സർട്ടിഫിക്കറ്റ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്.
അതുപോലെ ആധാർ നമ്പർ, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ. ഫോൺ നമ്പറിന്റെ കൂടെ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആകണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ നമ്പർ പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ആധാറുമായി ലിങ്ക് ചെയ്തത് എന്നിവിടെ പറയുന്നുണ്ടെങ്കിലും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും അങ്ങനെ ആധാറുമായി ലിങ്ക് ചെയ്തതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സൈനപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ, അപ്പോൾ ഇതിൽ നമ്മൾ ആധാറും ഇമെയിലും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു പേജിലേക്ക് വരും. അവിടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക കൃത്യമായിട്ട്. അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, while choosing course, please opt the required course. Courses once selected cannot be modified later. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ കോർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങളിത് മാറി സെലക്ട് ചെയ്താൽ ഒരിക്കലും പിന്നെ അത് മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ കോർ കോഴ്സ് നമ്മൾ ആദ്യം നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്തുള്ള കോർ കോഴ്സ് ആണ്. അപ്പൊ ഈ കോർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോലും മറ്റൊന്ന് സെലക്ട് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്കിപ്പോ ഇവിടെ പുതിയ യൂസർ ആണെന്നുണ്ടെങ്കിൽ സൈനപ്പ് ബട്ടൺ അമർത്തിയ ശേഷം നിങ്ങളുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2 സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ മാത്രം കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ തെറ്റാൻ പാടില്ല, കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും സ്പേസും അതൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഓക്കെ ആവില്ല. അതുപോലെ മൊബൈൽ നമ്പർ. പിന്നെ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പേരും ആധാർ നമ്പറും ഒന്നും വെച്ചിട്ട് നമ്മൾ പിന്നീട് ചെയ്യാൻ കഴിയില്ല, മറ്റൊരു പ്രാവശ്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആദ്യം കൊടുത്തത് വളരെ കൃത്യമായിട്ട് തന്നെ ഇരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് നിങ്ങൾ ഈ ഡീറ്റെയിൽസുകളൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കൊടുക്കുക. ഞാനത് ആദ്യം ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് സൈനപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അതുമായി കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. നേരെ നമ്മൾ സൈൻ ഇൻ ചെയ്യാം. ഞാൻ നേരത്തെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ആധാർ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പോകണം. അതോടൊപ്പം ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ കാണിക്കും. ആ വിൻഡോയിൽ 4 അക്ക OTP നമ്പർ അടിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ സൈനപ്പിന്റെ സമയത്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരും. ആ OTP ആണ് നിങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റർ ചെയ്ത് വെരിഫൈ അടിക്കുക. വെരിഫൈ ആയാൽ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഒരു മെസ്സേജ് വരും, യുവർ സൈനിങ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആധാർ ഐ ഡിയും ആധാർ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വന്നാലാണ് നിങ്ങളുടെ ഈ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്ക് വരേണ്ടത്, സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി, ലോഗിൻ ചെയ്യാൻ വേണ്ടി വരേണ്ടത്. അപ്പൊ ഞാനിവിടെ ആധാർ നമ്പറും മുമ്പ് കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇന്റർഫേസിലേക്കാണ് ചെന്നെത്തുന്നത്. ഇവിടെ ഓൾറെഡി നെയിം നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള ആ നെയിം, നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള നെയിം ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി നമ്മൾ +2 സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. പിന്നെ ജെൻഡർ കൊടുക്കണം, നെയിം ഓഫ് പാരന്റ് കൊടുക്കണം. പിന്നെ കാറ്റഗറിയാണ്, കാറ്റഗറി OBC, ST, SC, ST പോലുള്ള ജനറൽ ഇതും കൊടുക്കാം. പിന്നെ കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റി ധാരാളം ക്രിസ്ത്യൻ അതുപോലെ ഹിന്ദു, അതായത് ധാരാളം കമ്മ്യൂണിറ്റികളുണ്ട്. നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. ഇവിടെ ഇസ്ലാം മാപ്പിള എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. നാഷണാലിറ്റി ഇന്ത്യൻ, വെദർ എംപ്ലോയിഡ് ഇൻ ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ്,
പബ്ലിക് സെക്ടർ ഇതിലേതെങ്കിലും ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ ആനുവൽ ഇൻകം, നമ്മൾ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത് അതും കൊടുക്കണം. വെദർ ഫിസിക്കലി ചാലഞ്ച്ഡ് ഓർ ബ്ലൈൻഡ്, അങ്ങനെ ഫിസിക്കലി, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. അഡീഷണൽ യൂജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ ഓൾറെഡി ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആധാർ നമ്പർ ഇവിടെ ഉണ്ട്, നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിൽ ഫസ്റ്റ് പെർമനന്റ് അഡ്രസ് ഇവിടെ കൊടുക്കണം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ്. പിന്നെ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ബാക്കി നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്ന് പറയുന്നത് ഇത് ഈ പെർമനന്റ് അഡ്രസ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടിക്ക് കൊടുത്താൽ മതി. ഈ ടിക്ക് കൊടുത്താൽ അതേ അഡ്രസ് ഇവിടെ തന്നെ വരും. പിന്നെ അത് വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്കാണ് നമ്മളുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളും മറ്റ് എന്തെങ്കിലുമൊക്കെ അയക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ, മെമ്മോകളൊക്കെ അയക്കുന്നതൊക്കെ ഈ ഒരു അഡ്രസ്സിലേക്കായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എക്സാമിനേഷൻ, ഏത് എക്സാമിനേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളത് CBSEയുടെ ബോർഡിൽ നിന്നാണെന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡിൽ നിന്നാണ്, ആ ഏത് എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ബോർഡ്, ഏത് ബോർഡാണ്, CBSE ആണോ അങ്ങനെ ഏത് ബോർഡാണെങ്കിൽ ഇവിടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ആണ് കൊടുക്കേണ്ടതുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പ് കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇവിടെ ഇംഗ്ലീഷ്, അറബിക്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി വിത്ത് AFS, പിന്നെ പൊളിറ്റിക്സ്, അങ്ങനെ 5 സബ്ജക്റ്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് ആ സബ്ജക്റ്റ്, നിങ്ങൾ പ്ലസ് ടുവിന് ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരുന്നത് ആ സബ്ജക്റ്റ് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ടത് മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുള്ള ഈ കോളത്തിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ടോട്ടൽ പ്ലസ് ടുവിന് എത്ര മാർക്ക് വാങ്ങി ആ മാർക്കാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ മാക്സിമം മാർക്ക്, ഇപ്പോൾ ഹയർ സെക്കൻഡറി ആണെന്ന്, ഹയർ സെക്കൻഡറി ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി പാസ്സായ ആളാണെന്നുണ്ടെങ്കിൽ 220 മാർക്കിനുണ്ട്. അപ്പോൾ ടോട്ടൽ 220 കൊടുക്കുക. അതിൽ എത്ര മാർക്ക് വാങ്ങി കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് ഇയർ അഥവാ ഏത് വർഷത്തിലാണ് പാസ്സായെന്നുള്ളത് അത് കൊടുത്തതിന് ശേഷം ഇവിടെ മറ്റൊരു കോളം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും, മാർക്ക് ഒബ്റ്റൈൻഡ് മാക്സിമം മാർക്സ്. ഇവിടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ട്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക, പലരും സംശയങ്ങൾ ചോദിക്കുന്നതാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് സാധാരണ ഇംഗ്ലീഷ് ആണ് വരിക. നമ്മുടെ പ്ലസ് 2 സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുണ്ടാവും. അപ്പൊ ഈ പാർട്ട് 1 സാധാരണ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ എത്ര മാർക്ക് വാങ്ങി അതാണ് കൊടുക്കേണ്ടത്. അതിന്റെ മാക്സിമം മാർക്ക് സാധാരണ ഒരു വിഷയത്തിന് 200 മാർക്കാണ്, അത് കൊടുക്കാം. പാർട്ട് 2 നിങ്ങൾ കൊടുക്കേണ്ടത് അറബിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജ്, അറബിക്കോ മലയാളമോ അങ്ങനെ ഏതെങ്കിലും സംസ്കൃതമോ അങ്ങനെ ഏതെങ്കിലും വിഷയം എടുക്കണമെങ്കിൽ അതിൽ എത്ര മാർക്ക് വാങ്ങി, ടോട്ടൽ എത്രയാണ്, അതിൽ എത്രയാണ് ലഭിച്ചത് അത് കൊടുക്കുക. പിന്നെ പാർട്ട് 3 ആണ്. പാർട്ട് 3 നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 വിഷയം, ടോട്ടൽ 6 സബ്ജക്റ്റ് ആണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് മാറ്റി നിർത്തി ബാക്കിയുള്ള 4 അതിലെല്ലാത്തിലും കൂടെ എത്ര കിട്ടി എന്നുള്ളതാണ് ഇതിൽ കൊടുക്കേണ്ടത്. ബാക്കി ഓപ്ഷണൽ ആയിട്ടുള്ള 4 വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ടോട്ടൽ എത്ര, മാക്സിമം എത്ര വരും, 4 വിഷയത്തിനും ഇവിടെ 800 ആയിരിക്കും ടോട്ടൽ വരിക. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർട്ട് 1 എത്ര നേടി, അതിൽ മാക്സിമം മാർക്ക് എത്രയാണെന്നും, പാർട്ട് 2 എത്ര നേടി, അതിന്റെ മാക്സിമം എത്രയാണെന്നുള്ളതും, പാർട്ട് 3 ഈ 4 സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ എത്ര നേടി, ടോട്ടൽ അതൊക്കെ നിങ്ങൾ ആദ്യം കുറിച്ച് വെക്കണം. എന്നാൽ അതൊക്കെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് ലാസ്റ്റ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കോർ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, കോർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല. കാരണം മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നോട്ട്,
കോർ കോഴ്സ് കനോട്ട് ബി മോഡിഫൈഡ് ലേറ്റർ. കോർ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു കൈബദ്ധം പോലും പറ്റരുത്. അങ്ങനെ വെറുതെ പെട്ടെന്ന് പറ്റൊന്നുമില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളിത് ചെയ്യണം. ഞാനിവിടെ ഒരു കോർ കോഴ്സ് സെലക്ട് ചെയ്യാണ്. ബി എ ഇംഗ്ലീഷ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ബി എ ഇംഗ്ലീഷ് കോർ കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഇതൊരിക്കലും മാറ്റാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യണം. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏതാണെന്നുണ്ടെങ്കിലും വെറുതെ സെലക്ട് ചെയ്യരുത്. ഇനി നമ്മൾ അതിനുശേഷം ഇപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ എൻ്റർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് അടിച്ചിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോകും. പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിന്റെ രണ്ടാമത്തെ പേജാണ്. അപ്പൊ അതിൽ മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ ഇതിലുണ്ട്, കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോട്ടോ ചൂസ് ചെയ്യണം. ഫോട്ടോ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 40 KB കൂടാൻ പാടില്ല. 40 KB കൂടാത്ത ഒരു JPG ഫയലാണ്. JPEG ഫയൽ പറ്റൂല. JPG അതുപോലെ മറ്റു ഫോർമാറ്റുകളൊന്നും പറ്റൂല. JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഇതിലൂടെ ഫോട്ടോ ഫയൽ ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി പിന്നെ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് മുമ്പ് അടിച്ച ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലൊന്നും ഒരു മാറ്റം വരുത്തേണ്ടതില്ല. ഇനിയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. നമ്മൾ നേരത്തെ കോർ കോഴ്സ് സെലക്ട് ചെയ്തിരുന്ന കോർ കോഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് കോംപ്ലിമെന്ററി കോഴ്സ് ആണ്. കോംപ്ലിമെന്ററി കോഴ്സിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായ ഒരു ബോധ്യം വേണം. ഇവിടെ കോംപ്ലിമെന്ററി കോഴ്സ് ആയിട്ട് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, ഇതാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. കോർ കോഴ്സിലാണ് മാറ്റം വരുത്താൻ പറ്റാത്തത്. പിന്നെ കോമൺ കോഴ്സ് നമ്മൾ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള അറബിക്, ഹിന്ദി, മലയാളം, സംസ്കൃത്, തമിഴ്, ഉറുദു ഈ ഭാഷകൾ. ഇവിടെ അറബി തിരഞ്ഞെടുക്കണം. എക്സാമിനേഷൻ സെന്റർ. ഈ എക്സാമിനേഷൻ സെന്റർ എന്ന് പറയുന്നത് മെയിൻ സെന്ററുകളാണ്. ഈ മെയിൻ സെന്ററിൽ ഏതെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സെന്റർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് MES KVM കോളേജ് വളാഞ്ചേരിയാണ്. നിങ്ങൾ ഈ സെന്ററിൽ ആയിരിക്കില്ല നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക. ഇതിന് കീഴിൽ വരുന്ന സബായിട്ട് വരുന്ന വേറെ സബ് സെന്ററുകൾ ഉണ്ടാവും. അതിലായിരിക്കും ഒരുപക്ഷെ ഇതിലുണ്ടാകാം. ഇതിന്റെ സബ് സെന്ററിലായിട്ടുള്ള മറ്റു പല സെന്ററുകളുണ്ട്. അവിടെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതൊരു മെയിൻ സെന്റർ ആണ്. അത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സെന്റർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇനി അപ്ലോഡ് ഡോക്യുമെന്റ്സുകളാണ്. അപ്ലോഡ് ഡോക്യുമെന്റ്സിൽ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡ് ഓൾ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആസ് PDF. എല്ലാം PDF ആയിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പ്രധാനമായിട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് PDF ആക്കിയിട്ട് വെക്കണം. അതുപോലെ മാക്സിമം സൈസ് അലൗഡ് ഈസ് 150 KB ആണ്. അപ്പൊ ആ ഒരു KB നമ്മൾ പലപ്പോഴും അത് സ്കാൻ ചെയ്തൊക്കെ വെക്കുമ്പോൾ അതിലധികം ഉണ്ടാവും. അപ്പൊ നമ്മൾ റെഡ്യൂസ് PDF പോലെയുള്ള ഏതെങ്കിലും സൈറ്റുകൾ ഉപയോഗിച്ച് നമുക്കത് റെഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ആധാർ, SSLC, അതുപോലെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ളത്, പിന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, ന്യൂസ് പോലുള്ളതിനാണ് വേണ്ടത്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം മാർക്ക് റിലാക്സേഷൻ ഉള്ള സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്കാണ്. നമുക്ക് ഇതിൽ ഏതൊക്കെ വേണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഇതിൽ സാധാരണ ആയ ഒരാൾക്ക് ആധാർ കാർഡ്, SSLC, ഹയർ സെക്കൻഡറി, പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഈ 4ലാണ് പ്രധാനമായിട്ട് ഉണ്ടാകുക. പിന്നെ സ്പെഷ്യലായിട്ട് ചില ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ അതും അവരെന്ത് ചെയ്യണം, മുൻകൂട്ടി കണ്ടുവെക്കണം. ഞാനിതിൽ ഫയലുകൾ ചൂസ് ചെയ്യാണ്. ഇപ്പൊ ആധാർ കാർഡ് ഞാൻ ഒന്ന് ചൂസ് ചെയ്ത് കാണിച്ചു തരാം. ആധാർ ചൂസ് ചെയ്തു. അതിനുശേഷം അപ്ലോഡ് അടിക്കുക.
അപ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതോടൊപ്പം ഡോക്യുമെന്റ് ചെയ്ത അപ്ലോഡ് ആണെന്നുണ്ടെങ്കിൽ, അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പച്ച കളറിൽ ഇവിടെ കാണിക്കും. ഓക്കെ, ഞാനിപ്പോ 4 ഡോക്യുമെന്റ്സും ഇവിടെ അപ്ലോഡ് ചെയ്തു. ആധാർ, SLC, ഹയർ സെക്കൻഡറി, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഞാനിപ്പോ ഇവിടെ അപ്ലോഡ് ചെയ്തു. ഇനി ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് വരുന്ന ഇററുകൾ, പ്രധാനമായിട്ടും ഇവിടെ കാണിക്കുന്ന ഇററുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 150 KB അല്ലാത്ത ഫയലുകൾ ചെയ്യുമ്പോഴാണ്. അതിൽ മുകളിലുള്ള ഫയലുകൾ ചെയ്യുമ്പോൾ ചില എററുകൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം അത് 150 ഫയലാക്കി വെക്കാം. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അഥവാ നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പേ ചെയ്യാം. അതുപോലെ അതിനു മുമ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഇതിൽ വരുത്താൻ കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന് സേവ് ആൻഡ് ഡൗൺലോഡ് ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആൻഡ് ഡൗൺലോഡ് ഡ്രാഫ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിന്റെയും PDF ആയിട്ടുള്ള ഫയൽ കിട്ടും. അത് നമുക്ക് സോഫ്റ്റ് കോപ്പി നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ഉറപ്പ് വരുത്താം. അതിനുശേഷം മാത്രം നമ്മൾ സബ്മിറ്റിലേക്ക് കടക്കുക. സബ്മിറ്റ് ആൻഡ് പേ എന്നുള്ളതാണ് അവസാനത്തെ ഭാഗമാണ്. അതിലേക്ക് ഇത് ശരിക്കും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പോകാം. അപ്പൊ ഞാനിവിടെ സേവ് ആൻഡ് ഡൗൺലോഡ് ഡ്രാഫ്റ്റ് എന്നുള്ള അടിക്കാം. അതിന്റെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് അതില് ഉറപ്പുവരുത്തുക, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം മാത്രം നമ്മൾ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുക. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത PDF കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ആൻഡ് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജാണ്. പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഓൺലൈൻ ID, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഫീ, മെട്രിക്കുലേഷൻ ഫീ 115, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഫീ 1500, പോസ്റ്റൽ ചാർജ് 600. അങ്ങനെ ടോട്ടൽ 1675 രൂപ ഉണ്ടാകും. ഇനി നമ്മൾ കണ്ടിന്യൂ അമർത്തുക. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ പോകും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേയ്മെന്റ്സ് പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസും നമ്മുടെ അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 മോഡിലാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഓൺലൈൻ SBI അഥവാ നെറ്റ് ബാങ്കിങ് ആണ്. SBI ഉള്ള ആളുകൾ, SBI ബാങ്കിൽ നെറ്റ് ബാങ്കിങ് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ SBI പേയ്മെന്റ് ഗേറ്റ്വേ, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ UPI ഒക്കെ ഇതിലാണുള്ളത്. പിന്നെ അക്ഷയ, പോസ്റ്റ് ഓഫീസ്. നമ്മളിതിൽ SBI പേയ്മെന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. SBI പേയ്മെന്റ് ഗേറ്റ്വേ. അതിൽ UPI വഴിക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ബാങ്കിങ് ഉള്ള ആളുകൾക്ക്, SBIന്റെ നെറ്റ് ബാങ്കിങ് ഉള്ള ആളുകൾക്ക് ഇതിലൂടെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് സെലക്ട് ചെയ്യാം. ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ക്ലിക്ക് ചെയ്യുക. ഓക്കെ, SBI ePay എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്തെത്തുന്നത്. അതിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇവിടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഭീം UPI ഉപയോഗിക്കാം, നെഫ്റ്റ് ഉപയോഗിക്കാം, SBI ബ്രാഞ്ച് പേയ്മെന്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഈ UPI ആണ് ഉപയോഗിക്കുന്നതാണ് നമുക്കൊന്നും കൂടെ സൗകര്യം എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതിൽ UPI കൊടുക്കുമ്പോൾ നമ്മുടെ UPI ID അത് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് ഉണ്ടാവും UPI ID. അപ്പോൾ നമ്മൾ പേയ്മെന്റിലേക്ക് പോകണം. പേ നൗ എന്ന ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനെ എന്താണ് കാണിക്കുക, റിക്വസ്റ്റ് യു ടു അപ്രൂവ് ദ ട്രാൻസാക്ഷൻ ബൈ ലോഗിൻ ടു ദ UPI ആപ്പ്. നമ്മളത് ലോഗിൻ ചെയ്ത് അവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീഡയറക്റ്റ് ചെയ്തിട്ട്
രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഒരു ഇത് കാണിക്കും, വിൻഡോ കാണിക്കും. അതിൽ ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകും. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ മുമ്പ് സൈനപ്പ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ ഫോം അത് നമുക്ക് കിട്ടും. ഇത്രയുമാണ് രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. എങ്കിൽ ഇതിന് ശേഷവും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.